അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ പരിശുദ്ധമായ റമദാനിൽ ഏതാനും ദിവസങ്ങൾ നോമ്പും ആരാധനാ കർമ്മങ്ങളുമായി ചെലവഴിക്കാൻ നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുകയാണ്. അതിന് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുകയും ഇനിയുള്ള ദിനരാത്രങ്ങൾ പരമാവധി ഖുർആൻ പാരായണത്തിലും ആരാധനകളിലും മുന്നോട്ട് പോകാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണേ എന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ റമദാനിൽ ഈയൊരു ഉച്ച സമയത്ത് പള്ളിയിൽ കൂടിയ വിശ്വാസികളെന്ന നിലക്ക് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന ഏതാനും ചില കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക്, നമ്മുടെ ചിന്തയിലേക്ക് സൂചിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ സംസാരത്തിൻ്റെ ഉദ്ദേശ്യം. നമുക്കറിയാം, നമ്മളിവിടെ കൂടിയത്, നമ്മൾ ഈ നോമ്പ് കാലത്ത് നോമ്പ് നോൽക്കുന്നത്, നിസ്കരിക്കുന്നത്, ഖുർആൻ പാരായണം ചെയ്യുന്നത്, ആരാധനാ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് നമ്മൾ മുസ്ലിങ്ങളായതുകൊണ്ടാണ്, നമുക്ക് ഇസ്ലാം ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ ഈ ഇസ്സത്തിൻ്റെ കാരണം, നമ്മുടെ ജീവവായു പോലെ നമുക്ക് പ്രധാനമാണ് നമ്മുടെ ദീൻ എന്ന് പറയുന്നത്, നമ്മുടെ ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദീൻ ഇല്ലാതായി പോകുന്ന, നമ്മുടെ ദീനിന് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുന്ന ഏതേത് വിഷയത്തെ സംബന്ധിച്ചിടത്തോളവും വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ അതിനെ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത്. ദീനില്ലാതാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ കാമ്പില്ലാതാവുക, നമ്മുടെ ആത്മാവില്ലാതാവുക എന്നതുപോലെ ഗൗരവകരമായി നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ദീനില്ലാതാകുന്ന അവസ്ഥ, മതമില്ലാതാകുന്ന അവസ്ഥ, ഇസ്ലാമില്ലാതാകുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് എത്രത്തോളം ഗൗരവകരമായി നമ്മൾ ഓരോരുത്തരും ആലോചിച്ചിട്ടുണ്ട് എന്നതാണ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരാൻ ഞാൻ ആഗ്രഹിക്കുന്ന ചിന്ത. ദീനില്ലാതാവുക എന്നതിൻ്റെ ഗൗരവം പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് വരുന്നത് ദീനില്ലാതാവുന്ന ഒരുപാട് അവസ്ഥകളുണ്ട്, നിരീശ്വരവാദം, യുക്തിവാദം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കാഴ്ചപ്പാടുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, അതൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരുന്നത്. തീർച്ചയായും നിരീശ്വരവാദം എന്ന് പറയുന്നത്, നിർമ്മതവാദങ്ങൾ, യുക്തിവാദം എന്ന് പറയുന്നത് വളരെ ഗൗരവത്തോടു കൂടി ഒരു സമൂഹം എന്ന നിലക്ക്, ഒരു വിശ്വാസി സമൂഹം അതിനെ ഗൗരവത്തോടു കൂടി കാണേണ്ടത് തന്നെയാണ്. പക്ഷേ ഞാൻ പറയുന്നത് കേവലമായ ഏതെങ്കിലും നിരീശ്വരവാദികളാവുക, നമ്മളാരെങ്കിലും നിരീശ്വരവാദികളായി പോകുമോ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നിരീശ്വരവാദികളായി പോകുമോ എന്നതിനപ്പുറത്തേക്ക് ചില മാനങ്ങളുള്ള കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിരീശ്വരവാദിയാവുക എന്ന് പറഞ്ഞാൽ വളരെ ചാൻസ് കുറവുള്ള ഒരു കാര്യമാണ്. ആളുകളിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ ഒച്ചപ്പാടൊക്കെ ആക്കുന്നുണ്ടെങ്കിലും ഒരു മനുഷ്യ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ മനസ്സിനെ സ്വാധീനിക്കാൻ വളരെ സാധ്യത കുറഞ്ഞ ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. പുളിക്കൽ പോലെയുള്ള ഒരു സ്ഥലത്ത് ഞാനിത് പറയുമ്പോൾ മുജാഹിദ് പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ അവർ ചെയ്ത വലിയ സംവാദങ്ങളുടെയും അതുപോലെ തന്നെ ചർച്ചകളുടെയും എല്ലാം ചരിത്രം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. മഹാനായ ഡോക്ടർ ഉസ്മാൻ സാഹിബിനെ പോലെയുള്ള, ഉമർ മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാർ അവർ ആ കാലഘട്ടത്തിൽ തന്നെ നിരീശ്വരവാദികളോട് സംവാദം നടത്തിയ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ടാവും. ലോകത്തെ എല്ലാ സ്ഥലത്തും വിശ്വാസികൾ അല്ലെങ്കിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ നിരീശ്വരവാദികളുമായി സംവാദം നടത്തുകയും നേർക്കുനേർ ഏറ്റുമുട്ടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ സംവാദങ്ങൾ സംഭവിക്കുമ്പോൾ ആ സമൂഹത്തിൽ ഉണ്ടായ മാറ്റം എന്താ? ആളുകൾ നിരീശ്വരവാദത്തിലേക്ക് കൂട്ടം കൂട്ടമായി പോകുന്നത് നമ്മൾ കണ്ടോ? ഇല്ല. ഡോക്ടർ ഉസ്മാൻ സാഹിബിൻ്റെ നിരീശ്വരവാദികളുമായി നടത്തിയ സംവാദങ്ങളൊക്കെ ഇന്നും നമുക്ക് പുസ്തകങ്ങളായി ലഭ്യമാണ്. അതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിരീശ്വരവാദികൾക്ക് അവരുടെ വാദമോ അവരുടെ ആശയമോ ആളുകളെ ബോധ്യപ്പെടുത്താനോ സമർത്ഥിക്കുവാനോ സാധ്യമല്ല എന്നാണ്. ഒരൽപ്പം യുക്തിയുള്ള, ഒരൽപ്പം ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അവനെ നിരീശ്വരവാദം സ്വാധീനിക്കുക എന്നത് വളരെ ചാൻസ് കുറവുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്തരം സംവാദങ്ങളൊക്കെ നടന്നപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ദീനിലേക്ക് ആളുകൾ കൂടുതൽ ആകർഷിക്കപ്പെടുകയാണ്, കൂടുതൽ ആളുകൾ ദീനിന്റെ മഹത്വം മനസ്സിലാക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ നിരീശ്വരവാദികളുമായി നേർക്കുനേർ ആശയപരമായ ഏറ്റുമുട്ടൽ സംഭവിച്ചപ്പോൾ ഇവിടെ നടന്നിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് നിരീശ്വരവാദികളും ഇത് കാണുന്നുണ്ട്.
നമ്മളെല്ലാ കാലത്തും സമൂഹത്തിൽ നോക്കിയാൽ നിരീശ്വരവാദികളെന്ന് പറയാൻ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അവരിങ്ങനെ ചിന്തിച്ചു. ഞാനിത് വെറുതെ പറയുന്നതിൽ 1960കളിലും 70കളിലും ഒക്കെ നിരീശ്വരവാദികൾക്കിടയിലും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള മാർക്സിസ്റ്റുകളുടെ ഇടയിലുമൊക്കെ വലിയ ചർച്ച നടന്നു. അവരുടെ പുസ്തകങ്ങളിലും വാരികകളിലുമൊക്കെ ആ ചർച്ചകൾ നമുക്ക് വായിക്കാൻ ലഭ്യമാണ്. ആ ചർച്ചകളുടെ ഒരു കാമ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള മാർക്സിസ്റ്റുകൾ നിരീശ്വരവാദികളോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങളിങ്ങനെ മതം വേണ്ട, ദൈവം വേണ്ട, അതേപോലെ തന്നെ മതത്തിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരം ഇങ്ങനെ സംസാരിക്കുന്നു, പ്രസംഗിക്കുന്നു, എഴുതുന്നു, അതുപോലെ തന്നെ സംവാദങ്ങൾ നടത്തുന്നു. പക്ഷെ ഇതൊന്നും എന്താ കാര്യം ഉണ്ടായത്? നിങ്ങളിങ്ങനെ സംവാദം നടത്തുക എന്നല്ലാതെ ആളുകൾ ഈ നിരീശ്വരവാദത്തിലേക്കോ ഭൗതികവാദത്തിലേക്കോ വരുന്നില്ല എന്ന് മാത്രമല്ല, ആളുകൾ കൂടുതൽ മതത്തോടടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ പ്രവർത്തനം അത് ഫലം കാണുന്നില്ല എന്ന് അവർ പരസ്പരമുള്ള ചർച്ചയിൽ അവർ ഉന്നയിക്കുകയാണ്. എന്നിട്ട് അവർ അതിന് പറഞ്ഞ ഒരു പരിഹാരമുണ്ട്. അതാണ് നമ്മൾ ഇന്ന് വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാന്യനായ EMS, നമ്മുടെ കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള EMS പറഞ്ഞ ഒരു വാചകം, ചിന്താ പബ്ലിക്കേഷൻ പുറത്തിറക്കിയ മതം, മനുഷ്യൻ, മാർക്സിസം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അദ്ദേഹം 29ാമത്തെ പേജിൽ ആ വാചകം അതേപടി ഞാൻ ഉദ്ധരിക്കുകയാണ്. EMS പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യ മനസ്സിനെ എങ്ങനെയാണ് മതത്തിൽ നിന്നും അകറ്റാൻ സാധിക്കുക? നിങ്ങളീ പറഞ്ഞ രൂപത്തിൽ മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും അത് സാധ്യമല്ല. മറിച്ച് EMS പറയുകയാണ്, മതത്തിൻ്റെ സാമൂഹ്യ വേരുകൾ തകർത്തെറിയുക എന്നതായിരിക്കണം നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശ്യം. ഞാനീ പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടല്ല, മറിച്ച് എങ്ങനെയാണ് നിരീശ്വരവാദം നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നത് എന്നും ഇന്ന് ചെറിയ രൂപത്തിലെങ്കിലും സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് എന്നുള്ളതും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒന്നുകൂടി ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, നിരീശ്വരവാദം നേരിട്ട് പറഞ്ഞാൽ അത് വിജയിക്കില്ല, അത് മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കില്ല എന്ന ബോധ്യം ഇവിടെയുള്ള നിരീശ്വരവാദികൾക്കുണ്ടായി. എന്നിട്ട് അവർ പറയാണ്, നേരിട്ട് മതം വേണ്ട, ദൈവം വേണ്ട, നിസ്കരിക്കണ്ട, നോമ്പ് വെക്കണ്ട എന്ന് പറയുന്നതിനു പകരം നമ്മൾ എന്തു പറയണം, എന്ത് ചെയ്യണം? മതത്തിൻ്റെ സാമൂഹ്യ വേരുകൾ തകർത്തെറിയാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. പ്രിയമുള്ളവരെ, അതിനുശേഷം 70കൾക്കും 80കൾക്കും ശേഷം അന്ന് പറഞ്ഞതാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ലോകത്തെവിടെയെങ്കിലുമുള്ള അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിരീശ്വരവാദം പ്രസംഗിച്ച് നടക്കുന്നവരെ കുറിച്ചേ അല്ല, മറിച്ച് നമ്മൾ ഓരോരുത്തരെയും കുറിച്ചാണ്. ഈ കേൾക്കുന്ന, ഈ പള്ളിയിൽ വന്ന് ളുഹർ നിസ്കരിച്ച് നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്ന നമ്മളിൽ ഈ മതരാഹിത്യത്തിൻ്റെയും അതല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ലിബറലിസത്തിൻ്റെയും ഒക്കെ ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടോ എന്ന പരിശോധനയാണ് ഈ റമദാനിൽ നമ്മൾ നടത്തേണ്ടത്. അവർ പറഞ്ഞ ആ ഒരു കാര്യം, മതത്തിൻ്റെ സാമൂഹ്യ വേരുകൾ തകർത്തെറിയുക എന്ന പ്രവർത്തനം അവരന്നു മുതൽ ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാ ചെയ്യുക? മതത്തിൻ്റെ സാമൂഹ്യ വേര് എന്ന് പറഞ്ഞാൽ എന്താ? നേരിട്ട് ആളുകളോട് ദൈവം വേണ്ട, മതം വേണ്ട എന്ന് പറയുന്നതിനു പകരം ആളുകൾ മതത്തിൽ വിശ്വസിക്കാൻ കാരണമായ ചില കാര്യങ്ങളുണ്ട്, അതിനെ ഇല്ലാതാക്കുക, അതിനെ എങ്ങനെയെങ്കിലും അപ്രസക്തമാക്കുക. ആ ഒരു കാര്യത്തിലൂടെ ആളുകൾക്ക് പതിയെ അവരുടെ ജീവിതത്തിൽ ഒരു പ്രസക്തമല്ലാത്ത ഒരു കാര്യമാക്കി മതത്തെയും മതത്തിൻ്റെ മൂല്യങ്ങളെയും മാറ്റുക എന്നുള്ളതാണ് അവരുടെ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശം. എന്ന് വെച്ചാൽ നമ്മൾ യൂറോപ്പിലൊക്കെ കാണുന്നത് പോലെ, നിങ്ങൾക്ക് മതം വേണോ, മതമായിക്കോളൂ, നിങ്ങൾ വേണമെങ്കിൽ പള്ളിയിൽ പോയി നിസ്കരിച്ചോളൂ, നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ മതം പാലിച്ചോളൂ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച വേണമെങ്കിൽ പള്ളിയിൽ പോയിക്കോളൂ, അങ്ങനെ ജുമയുടെ സമയത്ത് നിങ്ങൾ അത് മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയിക്കോളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സ്പർശിക്കുന്ന ഒരു കാര്യമായി മതമുണ്ടാകാൻ പാടില്ല. അതാണ് അവർ വിഭാവനം ചെയ്തത്, അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. അത് നമ്മളിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? ഇത് പരിശോധിക്കാൻ ഞാൻ ഒരു ഉദാഹരണം പറയാം. എങ്ങനെയാണ് ദീനിനോടുള്ള നമ്മുടെ സമീപനവും നമ്മുടെ മാനസികാവസ്ഥയും മാറിയിട്ടുണ്ടോ എന്ന ഒരു പരിശോധനയാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. നമ്മളൊരു ഉദാഹരണം എടുക്കുക. നമ്മൾ ജുമുഅക്ക് വരികയാണ്, അല്ലെങ്കിൽ ഒരു QHLS ഒരു ഖുർആൻ ക്ലാസ്സിന് അല്ലെങ്കിൽ ഹദീസ് ക്ലാസ്സിന് നമ്മൾ വരികയാണെന്ന് വിചാരിക്കാം. നമ്മളും നമ്മുടെ ഭാര്യയും മക്കളും ഒക്കെ കൂടി ഒരു കാറിൽ ഇങ്ങനെ വന്ന് ഖുർആൻ ക്ലാസ് കേൾക്കുക. ആ ഖുർആൻ ക്ലാസ്സിൽ അന്നത്തെ ഖുതുബയുടെ അല്ലെങ്കിൽ ക്ലാസിൻ്റെ വിഷയം എന്ന് പറയുന്നത് പലിശയാണ് എന്ന് വിചാരിക്കാം. പലിശയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഉസ്താദ് അല്ലെങ്കിൽ മൗലവി എന്താ പ്രസംഗിക്കുക? പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും, പലിശ വാങ്ങുന്നതും അതുപോലെ തന്നെ കൊടുക്കുന്നതും എഴുതുന്നതുമെല്ലാം ഹറാമാകുന്നു. അതേപോലെ തന്നെ അത് വളരെ ഗൗരവത്തോടുകൂടി
വലിയ പാപങ്ങളിൽ എണ്ണപ്പെട്ട ഒരു കാര്യമാണ് എന്നു മാത്രമല്ല, പലിശയുടെ ഏറ്റവും ചെറിയ ഭാഗം ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതുപോലെ ഗൗരവകരമായ ഒരു കാര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഖുർആനും ഹദീസും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് മൗലവി പ്രസംഗിച്ചു. ഓക്കെ, അങ്ങനെ പ്രസംഗിച്ചതിന് ശേഷം ആ ഖുതുബ കഴിഞ്ഞ് ആ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണെന്ന് വിചാരിക്കാം. തിരിച്ചു പോകുമ്പോൾ നമ്മൾ ആ കാറിൽ നമ്മളും നമ്മുടെ ഭാര്യയുണ്ട്, ഒരു 10 വയസ്സുള്ള കുട്ടിയും ബാക്കിലിരിക്കുന്നുണ്ട്. നമ്മൾ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും ആ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ജീവിതത്തിൽ, ശരിക്കും മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ പലിശയുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മൾ ആ ചർച്ച ചെയ്യുക? എങ്ങനെയെങ്കിലും ഏതെങ്കിലും ലോണുമായി ബന്ധപ്പെട്ടുകൊണ്ടോ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ പലിശയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാം. എങ്ങനെയായിരിക്കും നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക? ആ മൗലവി ഇന്ന് ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ട്, കുറേ കാര്യമൊക്കെ പറഞ്ഞു, പലിശ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് പലിശ ഇല്ലാതെ ജീവിക്കാനൊക്കെ പറ്റുമോ? ഇന്നത്തെ കാലത്ത് ആരാണ് പലിശ വാങ്ങാത്തത്? പലിശ ഇല്ലാതെ കാർ വാങ്ങാൻ പറ്റുമോ? പലിശയില്ലാതെ വീട് വെക്കാൻ പറ്റുമോ? അപ്പം പറഞ്ഞത് ഖുറാനും ഹദീസൊക്കെ തന്നെ ആണെന്നുണ്ടെങ്കിലും, ഖുറാനിലും ഹദീസിലും അങ്ങനെ ഹറാമാണ്, വലിയ ഗൗരവകരമായ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സംഗതി അതില്ലാതൊന്നും നടക്കൂല. സംഗതി അതുമായി ബന്ധപ്പെടാതെയൊന്നും നമുക്ക് ജീവിച്ചു പോകൽ സാധ്യമല്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള തെറ്റുകളെക്കുറിച്ച് ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ടെങ്കിൽ പലപ്പോഴും, ഞാനൊരു ഉദാഹരണം പറഞ്ഞു, പലിശയുടെ വിഷയം, നമ്മളുടെ സമീപനം ഈ രൂപത്തിലാണ്. ഇനി ഞാൻ നിങ്ങളുടെ മനസ്സ് കൊണ്ടുപോകുന്നത് നമ്മുടെ ഈ സംസാരം, നമ്മളും ഭാര്യയും തമ്മിൽ നടത്തുന്ന ഈ സംസാരം കേൾക്കുന്ന പിന്നിലിരിക്കുന്ന ആ കുട്ടിയുടെ മനസ്സിലേക്ക് നമ്മളൊന്ന് ചിന്ത കൊണ്ടുപോവുക. ആ കുട്ടി എന്താ കേൾക്കുന്നത്? ആ കുട്ടി വളരെ കൃത്യമായിട്ട് ഖുതുബ കേട്ടിട്ടുണ്ട്, ക്ലാസ് കേട്ടിട്ടുണ്ട്. ആ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? പലിശ ഹറാമാകുന്നു, ഒരു നിലക്കും പലിശയുമായി ബന്ധപ്പെടാൻ പാടില്ല, ചെറിയ അളവിലുള്ള പലിശ പോലും വലിയ ഗൗരവകരമായ ഒരു കാര്യമാണെന്നൊക്കെ ഖുർആനും ഹദീസും വെച്ച് കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഖുർആനിൽ അല്ലെങ്കിൽ ഹദീസിൽ അല്ലെങ്കിൽ വഹി മുഖേന പലിശ തെറ്റാണ് എന്ന ഒരു കാര്യം അവന് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടോ അവൻ പിന്നെ കേൾക്കുന്ന അവൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും സംസാരം എന്താ? ഖുർആനിൽ അഥവാ വഹി മുഖേന അല്ലെങ്കിൽ സുന്നത്തിൽ ഹദീസിൽ വഹി മുഖേന പലിശ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും വഹി മുഖേന പാടില്ല എന്ന് പറഞ്ഞ കാര്യം ചെയ്യാൻ ചില ന്യായങ്ങളുണ്ട്. അതെല്ലാവരും ചെയ്യുന്നതല്ലേ? ഇന്നത്തെ കാലത്ത് അതില്ലാതെ നടക്കുമോ എന്നൊക്കെയുള്ള കുറേ ന്യായങ്ങൾ ഖുർആനിലും ഹദീസിലും ഹറാമാണെങ്കിലും എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും അത് ചെയ്യാനുള്ള ന്യായമുണ്ട്. ഈ ഒരു ടേക്ക് അവേ ആണ്, അല്ലെങ്കിൽ ഈ ഒരു ചിന്തയാണ് ആ സംസാരത്തിൽ നിന്ന് ആ കുട്ടിയിട്ടെ. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. പലപ്പോഴും പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിധിവിലക്കുകളോടുള്ള നമ്മുടെ സമീപനത്തിൽ നിന്ന് തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ കുട്ടി മനസ്സിലാക്കി, ശരി ഖുർആനിലും ഹദീസിലും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കെന്ത് ചെയ്യാം? നമ്മുടേതായ കാഴ്ചപ്പാടുകളും നമ്മുടേതായ യുക്തിയും നമ്മുടേതായ ചിന്തയൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു അരിച്ചെടുത്തിട്ട് മാത്രം ദീന് എടുത്താൽ മതി. ഒരു അരിപ്പയിലൂടെ, ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഒരു അരിപ്പയിലൂടെ ദീനെന്ത് ചെയ്യും? ഖുർആനും ഹദീസൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അതിലൂടെ വീഴുന്നൊരു ദീനുണ്ട്, അത് മതി. ഇതാണ് ആ കുട്ടി മനസ്സിലാക്കുക. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഉപ്പയും ഉമ്മയും ചിലപ്പോൾ പലിശൻ്റെ വിഷയത്തിലെ ആ അരിപ്പ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ കുട്ടി എന്ത് ചെയ്യും? കുട്ടിയുടെ അരിപ്പയുടെ തൊള കുറച്ചുകൂടി വലുതായിരിക്കും. ആ അരിപ്പയിലൂടെ അതിനും അപ്പുറത്തേക്കുള്ള വേറെ ചില കാര്യങ്ങൾ കൂടി പോകും, അല്ലേ? ഇതേ കുട്ടിയോട് ഒരു 15 വയസ്സ് കഴിഞ്ഞ് 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ആ കുട്ടി ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രശ്നത്തിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതേ ഉപ്പയും ഉമ്മയും പോയി ആ കുട്ടിയെ ഉപദേശിക്കാൻ, മോനെ പറ്റൂല, ലഹരി എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവകരമായ കാര്യമാണ്, ആ ലഹരിയുടെ ചെറിയ അളവിൽ ലഹരി ഉണ്ടാക്കുന്നത് പോലും ഹറാമാക്കിയിട്ടുണ്ട്, അത് ഹറാമാകുന്നു, അതുപോലെ തന്നെ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും, ഖുർആനിലും ഹദീസിലൊക്കെ അത് ഹറാമാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കാൻ പോയാൽ ആ കുട്ടി എന്താ തിരിച്ചു പറയാ? നേരത്തെ പലിശയുടെ വിഷയത്തിൽ വഹീനെ തള്ളാൻ, ദീനിനെ തള്ളാൻ നമ്മൾ എന്ത് ന്യായമാണോ പറഞ്ഞത് അതേ ന്യായമായിരിക്കും ആ കുട്ടിക്ക് അവിടെ പറയാനുള്ളത്. എന്താ? ഇന്നത്തെ കാലത്ത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, ഇത് ഉപയോഗിക്കാത്ത ആരുമില്ല. ഇന്നത്തെ കാലത്ത് ഇത് ഉപയോഗിക്കാതിരിക്കാൻ ഔട്ട്ഡേറ്റഡ് ആവലാണ്. കുറച്ചുകൂടിയൊക്കെ പുരോഗമിച്ച ആൾക്കാരൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ അളവിൽ പോലും ഇത് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു തന്ത വൈബാണ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അവരുടേതായ കുറേ ന്യായങ്ങൾ ഉണ്ടാകും. നമ്മൾ തന്നെ നേരത്തെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഖുർആനിലും ഹദീസിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടേതായ ചില യുക്തികൾ ഉപയോഗിച്ചിട്ട് അത് സ്വീകരിക്കേണ്ടതുള്ളൂ എന്ന ടെംപ്ലേറ്റ് നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേത് കാര്യമാകട്ടെ, അശ്ലീലം ആസ്വദിക്കുന്നു. ഇന്നത്തെ യുവതലമുറയിൽ വളരെ വ്യാപകമായിട്ടുള്ള കാര്യമാണ്. അശ്ലീലങ്ങളിലേക്കും ആഭാസങ്ങളിലേക്കും വഴുതി പോകുന്ന ഒരു പുതിയ തലമുറ. അവിടെ നമ്മൾ ഉപദേശിക്കണം വിചാരിക്കുക, അങ്ങനെ പാടില്ല, അന്യ പുരുഷനെയോ അന്യ സ്ത്രീയെയോ അനാവശ്യമായി നോക്കാൻ പാടില്ല,
അത്തരത്തിലുള്ള രംഗങ്ങൾ കാണാൻ പാടില്ല, ഹറാമാകുന്നു എന്ന് പറഞ്ഞാൽ വീണ്ടും എന്തായിരിക്കും തിരിച്ചുള്ള മറുപടി? ഇന്നത്തെ കാലത്ത് ഇത് കാണാത്ത ആൾക്കാരുണ്ടോ? ഈ ഇന്റർനെറ്റൊക്കെ വ്യാപിച്ചു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം തിന്മകളുമായി ബന്ധപ്പെടാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടോ? അതൊക്കെ വളരെ സ്വാഭാവികമല്ലേ? ഇതാണ് അവിടെ അവർ പറയുന്ന ന്യായം. ഈ ന്യായം ആരാ പഠിപ്പിച്ചു കൊടുത്തത്? നമ്മൾ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലുള്ള തിന്മകൾ ദീനിൽ അത് പാടില്ലെങ്കിലും അത് ചെയ്യാനുള്ള ന്യായങ്ങൾ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കി കൊടുത്തത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രൂപത്തിൽ ദീൻ ഒരു കാര്യം പറഞ്ഞാലും നമുക്ക് നമ്മുടേതായ യുക്തി ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാവുക എന്നതാണ് ദീനില്ലായ്മയുടെ, മതമില്ലായ്മയിലേക്കുള്ള ഒന്നാമത്തെ വാതിൽ എന്ന് പറയുന്നത്. فإما يأتينكم مني هدى فمن تبع هدايا فلا خوف عليهم ولا هم يحزنون فإما يأتينكم مني هدى എന്നിൽ നിന്നുള്ള സന്മാർഗം, എന്നിൽ നിന്നുള്ള നേർമാർഗം നിങ്ങളിലേക്ക് വന്നുപെട്ടാൽ, ഏതു വിഷയത്തിലാകട്ടെ, അത് ഏത് തിന്മകളുടെ വിഷയത്തിലാകട്ടെ, പടച്ചോനിൽ നിന്നുള്ള ഹുദ, പടച്ചവനിൽ നിന്നുള്ള സന്മാർഗം, വഹീ നമ്മളിലേക്ക് വന്നുപെട്ടാൽ, ആരതിനെ പിൻപറ്റിയോ വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അത് വഹീ മുഖേന ഒരു കാര്യം വന്നാൽ, വഹീ മുഖേന ഒരു കാര്യം സ്ഥാപിക്കപ്പെട്ടാൽ അത് സ്വീകരിക്കുക എന്നതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യേണ്ടത്. ഇത് ചെയ്തില്ല എങ്കിൽ ഈ പറഞ്ഞ പ്രശ്നത്തിൻ്റെ വാതിൽ നമ്മൾ തുറന്നു എന്നാണ് അർത്ഥം. ഇനി അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഇതിൻ്റെ തുടർച്ചയായിട്ടുണ്ടാവുക. എന്താ? പടച്ചവൻ പറഞ്ഞതിനപ്പുറത്തേക്ക് എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ളതിന് വഹി മുഖേന പടച്ചവൻ പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു മാനദണ്ഡം നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതാണ് എല്ലാ സാമൂഹ്യ തിന്മകളുടെയും പേര്. ഞാൻ വെറുതെ പറയുന്നതല്ല. എന്താ നമ്മുടെ പുതിയ തലമുറയിലും അല്ലെങ്കിൽ ഈ മതത്തിനോട് കുറച്ചൊന്ന് വിരക്തി തോന്നുന്ന, അല്ലെങ്കിൽ കുറച്ച് അകന്നു നിൽക്കുന്ന, ചെറുതായിട്ടൊക്കെ നിസ്കാരത്തിൻ്റെ വിഷയത്തിലും നോമ്പിൻ്റെ വിഷയത്തിലും ദീനിൻ്റെ വിഷയത്തിലൊക്കെ ഒന്ന് മാറിപ്പോകുന്ന ഏതെങ്കിലും ആളുകൾ, കുട്ടികൾ നമ്മുടെയൊക്കെ പരിചയത്തിലുണ്ടെങ്കിൽ അവരോട് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്താ അവരുടെ പ്രധാന പ്രശ്നം. ദീനു പറഞ്ഞതിനപ്പുറത്തേക്ക് ചില മാനദണ്ഡങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. അതാണ് അടിസ്ഥാന പ്രശ്നം. അവർ സ്വയം തന്നെ ചില മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഒരുപാട് ന്യായങ്ങൾ അവർ പറയാറുണ്ട്. ഈ മതനിരാസ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ നിന്ന് വരുന്ന കുറേ ന്യായങ്ങൾ. എന്താ? നമ്മൾ ഒരു കാര്യം ശരിയോ തെറ്റോ എന്നൊക്കെ നോക്കാൻ, ഒരു കാര്യം ചെയ്യാൻ പാടുണ്ടോ പാടില്ല എന്നൊക്കെ നോക്കാൻ, അങ്ങനെ ഖുർആനിൽ പറഞ്ഞതും ഹദീസിൽ പറഞ്ഞതും അങ്ങനെ വഹിയുണ്ടോ എന്നൊക്കെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ദീൻ എന്തു പറഞ്ഞു എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടേതായ യുക്തിയും ചിന്തയൊക്കെ ഉണ്ടല്ലോ. ആ ചിന്തയിലൂടെ നമ്മൾ എന്ത് ചെയ്യാം? മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാത്ത എന്ത് കാര്യവും നമുക്ക് ചെയ്യാം. അത് നമ്മുടെ തീരുമാനമാണ്. എൻ്റെ ജീവിതം, എൻ്റെ തീരുമാനം, അല്ലേ? ഒരു പക്ഷേ നമ്മുടെയൊക്കെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരുടെയൊക്കെ സ്റ്റാറ്റസിലും അതുപോലെ തന്നെ സ്റ്റോറിയിലും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും, മൈ ബോഡി മൈ ചോയ്സ്, മൈ ലൈഫ് മൈ റൂൾസ്. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? എൻ്റെ ജീവിതം ഞാൻ തീരുമാനിക്കും. അത് ദീനൊന്നല്ല പറയേണ്ടത്. ദീന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലൊന്നും ആയിരിക്കൂല. ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. എൻ്റെ ജീവിതത്തിലുള്ള നിയമങ്ങൾ എന്തായിരിക്കുമെന്ന് ഞാൻ തീരുമാനിക്കും. അതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം. നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പം ഭയങ്കര ആകർഷകമായ മൈ ബോഡി മൈ ചോയ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കും പോയിട്ടൊരു ലൈക്കൊക്കെ ഇട്ട് കൊടുക്കാൻ തോന്നും. പക്ഷേ അതിൻ്റെ അടിസ്ഥാനം എന്താ? വേറെ ആരും നിയമങ്ങൾ ഉണ്ടാക്കാൻ വരണ്ട, വേറെ ആരും ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് പറയാൻ വരണ്ട, മറിച്ച് അത് ഞാൻ തന്നെ തീരുമാനിച്ചോളാം എന്നതാണ് അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിലേക്ക് പോയാലുള്ള പ്രശ്നം എന്താ? നമ്മൾ ഇന്ന് കേരളത്തെക്കുറിച്ചൊക്കെ നമ്മൾ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യാറുണ്ട്, വലിയ പ്രശ്നങ്ങൾ സംസാരിക്കാറുണ്ട്. കേരളത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കും ഭൗതികമായി നമ്മൾ പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്താകട്ടെ, ആരോഗ്യ രംഗത്താകട്ടെ, എല്ലാ നിലക്കും നമുക്ക് മുൻപുള്ളതിനേക്കാൾ വളരെ നല്ല ഒരു അവസ്ഥ ഇന്നുണ്ട്. ഇങ്ങനെ ഭൗതികമായി നമ്മൾ പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്താ? നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേരളീയ സമൂഹത്തിൽ മലയാളികൾക്കിടയിൽ ആത്മഹത്യ വർദ്ധിക്കുന്നു, മലയാളികൾക്കിടയിൽ ലഹരി വർദ്ധിക്കുന്നു, അല്ലേ? ലഹരിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മുമ്പൊക്കെ കോളേജിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ +1 +2 സമയത്ത് തന്നെ ഒന്ന് ശ്രദ്ധിച്ച് തുടങ്ങണം എന്ന് പറയാൻ തുടങ്ങി. അതും കഴിഞ്ഞിപ്പോൾ ഹൈസ്കൂൾ തൊട്ടേ തുടങ്ങണം എന്ന് പറഞ്ഞു. അതും കഴിഞ്ഞ് ഇപ്പോൾ LP UP തലത്തിൽ തന്നെ കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നുണ്ടോ നോക്കണം എന്ന് പറയേണ്ടുന്ന അവസ്ഥയിലേക്ക് സമൂഹം മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കുടുംബ ഛിദ്രതകൾ. നമ്മൾ സ്വയം ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് എടുത്ത് ആലോചിച്ചാൽ മതി. നമ്മുടെ പരിചയത്തിൽ എത്ര വിവാഹമോചനങ്ങൾ നടന്നുവെന്ന്. മുമ്പില്ലാത്ത രൂപത്തിൽ
വളരെ വ്യാപകമായി വിവാഹമോചനങ്ങൾ നടക്കുന്നു, കുടുംബങ്ങൾ ഛിദ്രമാകുന്നു എന്നുള്ള അവസ്ഥ നമ്മളുടെ എല്ലാവരുടെയും അനുഭവമാണ്. അതുപോലെ തന്നെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും പുതിയ തലമുറയുടെ അനുസരണയില്ലായ്മയും മുതിർന്നവരോടുള്ള ബഹുമാനമില്ലായ്മയൊക്കെ നിരന്തരം നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനൊക്കെ അടിസ്ഥാനം എന്താ? നമ്മൾ പറയുന്ന പുതിയ കാലത്തെ കുട്ടികൾ അങ്ങനെ ആയിപ്പോയി, എന്താ ചെയ്യുക, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതാണ് നമ്മൾ പോലും പരസ്പരം അവസാനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അവിടെയാ. പുതിയ കാലത്ത് അങ്ങനെ ആയിപ്പോയി. എന്താ ഈ പുതിയ കാലത്തിന് മാത്രം എന്താ പ്രത്യേകത? ഈ കാലത്തിൻ്റെ പ്രത്യേകതയൊന്നുമല്ല, മറിച്ച് നമ്മുടെ പുതിയ തലമുറയെ കൂടുതലായിട്ട് ചില ആശയങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്താണ് ആശയം? അതാണ് നേരത്തെ പറഞ്ഞത്, മതത്തിൻ്റെ സാമൂഹ്യ വേരുകൾ തകർത്തെറിയുക എന്നതായിരിക്കണം നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശ്യം. ആ മതത്തിൻ്റെ സാമൂഹ്യ വേരുകൾ തകർത്തെറിയുന്ന ചില കാര്യങ്ങൾ, ചില ആശയങ്ങൾ നമ്മളുടെയും നമ്മുടെ മക്കളുടെയും കുടുംബത്തിൻ്റെയൊക്കെ മനസ്സിലേക്ക് നമ്മളറിയാതെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ്, അത് ഏതൊക്കെ രൂപത്തിലാണ് കടന്നു വരുന്നത് എന്ന ബോധ്യം നമുക്കില്ലെങ്കിൽ പിന്നെ സംഭവിക്കാൻ വെച്ചാൽ നമ്മൾ അതിൻ്റെ ഭാഗമായി പോകും. നമ്മൾ നോക്കുമ്പോൾ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, അല്ലെങ്കിൽ മുസ്ലിമാണെന്ന് പറയുന്നുണ്ട്, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ മതമില്ലാത്തൊരവസ്ഥയായിരിക്കും ഉണ്ടാവുക. അത് നിരന്തരം സിനിമകളിലൂടെ, സീരിയലുകളിലൂടെ, വെബ് സീരീസുകളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ അത്തരം ആശയങ്ങൾ കടന്നു വരികയാണ്. ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ ഒരു പ്രണയ വിവാഹം നടക്കുന്ന ഒരു കാര്യം ആലോചിച്ച് നോക്കുക. നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു നമ്മുടെ മകനോ മകളോ അല്ലെങ്കിൽ പേരമക്കളോ ആരെങ്കിലും ഒരു പ്രണയ വിവാഹത്തിന് റെഡിയാവുന്ന അല്ലെങ്കിൽ അത്തരമൊരു അവസ്ഥയിലേക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊരു 10-15 വർഷമാണെങ്കിൽ ശരിക്കും നമ്മുടെ വീട്ടിൽ എന്താ സംഭവിക്കുക? ലോകടിഞ്ഞു വീണാലും ആകാശമിടിഞ്ഞു പൊളിഞ്ഞു വീണാലും സമ്മതിക്കൂല. കാരണം അത് പറ്റാത്തൊരു കാര്യമാണ് എന്നായിരിക്കും നമ്മൾ പറയാം. പക്ഷെ ഇന്നത്തെ കാലത്തോ എത്ര വലിയ പള്ളി പ്രസിഡൻ്റാണെന്നുണ്ടെങ്കിലും, എത്ര വലിയ ദീനീ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് പതിയെങ്കിലും എന്ത് ചെയ്യാൻ, എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, ഇന്നത്തെ കാലത്തെ കുട്ടികളാണത് സമ്മതിച്ചു കൊടുക്കല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് ഏറ്റവും വലിയ മുജാഹിദിൻ്റെയും ഏറ്റവും വലിയ സലഫി പ്രവർത്തകൻ്റെയും മക്കൾ പോലും അതിന് അവസാനം സമ്മതിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിന്ന് കാണാൻ പറ്റുക. ഇതാരെയും കുറ്റപ്പെടുത്താനൊന്നല്ല, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നതിൻ്റെ എന്തുകൊണ്ടത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്താ ഈ ഒരു 15 വർഷം കൊണ്ട് സംഭവിച്ചത്? എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ മാനസികാവസ്ഥ മാറി എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത്. ഈ വിവാഹപൂർവമായ ബന്ധങ്ങൾ, അവിഹിത ബന്ധങ്ങൾ, അത് അന്നും ഹറാമാണ്, ഇന്നും ഹറാമാണ്. പക്ഷേ ആ ഹറാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ കാഴ്ചപ്പാട് പതിയെ 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 അത് മാറി. അത് മാത്രമാണ് സംഭവിച്ചത്, അല്ലേ? അതെങ്ങനെയാണ് മാറിയത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ആരെങ്കിലും നമുക്കെല്ലാവർക്കും അവിഹിത ബന്ധങ്ങൾ കുഴപ്പമില്ലാത്തതാകുന്നു എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ മക്കൾക്കും ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാ ഈ അവിഹിത ബന്ധങ്ങൾ എന്ന് പറയുന്ന 10-15 വർഷം മുമ്പ് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കണ്ട ആ ഒരു കാര്യം ഇന്ന് കുറച്ചുകൂടിയൊക്കെ ഒരു വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ അതിപ്പം വേറെ വഴിയില്ലല്ലോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എങ്ങനെയാ എത്തിയത്? അവിടെയാണ് നമ്മുടെ ചിന്താഗതി മാറ്റാൻ അവരുപയോഗിക്കുന്ന മാധ്യമങ്ങളെക്കുറിച്ച് നമ്മൾ അറിയേണ്ടത്. ഒരൊറ്റ ഉദാഹരണം എടുക്കുക. സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകളുടെ ഒട്ടുമിക്കതിൻ്റെയും അതിൻ്റെ ഒരു മസാല എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു പ്രണയമായിരിക്കും. സിനിമയുടെ തുടക്കത്തിൽ ഒരു നായകനും നായികയുണ്ടാവും, അവസാനമാകുമ്പോഴേക്ക് അവരെങ്ങനെയെങ്കിലും ഒന്ന് ഒന്നിക്കണം. ഇതായിരിക്കും ആ കഥയുടെ ഒരു തീം എന്ന് പറയുന്നത്. ഈ സിനിമ പലപ്പോഴും നമ്മളോ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ കുടുംബസമേതമോ പലപ്പോഴും വീട്ടിൽ നടക്കം നമ്മളിങ്ങനെ കാണുകയാണ്. ഇത് കാണുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ സംഭവിക്കുന്നത് എന്താ? സിനിമ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഓഡിയോ വിഷ്വലാണ്, അല്ലേ? കേൾവിയിലൂടെയും കാഴ്ചയിലൂടെയും നമ്മുടെ തലച്ചോറിനെ സ്വാധീനിക്കുകയാണ്. ഈ സിനിമയിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇത് കാണുന്ന ഓരോരുത്തരുടെയും മനസ്സ് എങ്ങനെയാണ് സഞ്ചരിക്കുക? ആ കഥ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ശരിക്കും നമ്മൾ വിശ്വസിക്കുന്ന എന്താ? അവിഹിത ബന്ധങ്ങൾ തെറ്റാണെന്നാണ്. പക്ഷേ ആ അവിഹിത ബന്ധം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയെങ്കിലും അവരൊന്ന് ഒന്നിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ പോലും വിചാരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ തലച്ചോറിനെ മാറ്റാൻ ആ മാധ്യമത്തിന് സാധിക്കും. ചിലപ്പോൾ നമ്മൾ ദുആയിരുന്നു പോകും, ഇതൊന്ന് ഒന്നിച്ചിരുന്നെങ്കിൽ. കാരണം എന്താ? നമ്മൾ തന്നെ വിചാരിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? ഇത് ഹറാമാണ്, നമുക്കറിയാം, പൂർണ്ണ ബോധ്യമുണ്ട്, അവിഹിത ബന്ധമാണ്. പക്ഷേ ആ കഥയിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ ആഗ്രഹിച്ചു പോകാതെ ഒന്ന് ഒന്നിച്ചിരുന്നെങ്കിൽ എന്ന്. ഇതാണ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അനേകം സിനിമകൾ, 1, 2, 3 അല്ല, 100 കണക്കിന് 1000 കണക്കിന് സിനിമകളിലൂടെയാണ് നമ്മുടെ സൊസൈറ്റി, നമ്മുടെ സമൂഹം മുന്നോട്ട് പോയിട്ടുള്ളത്.
അങ്ങനെ നമ്മൾ ധാർമ്മികമായി തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരു കാര്യത്തിലൂടെ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോയി അത് നിരന്തരം അതിനുവേണ്ടി ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ തലച്ചോറിനെ മാറ്റി അവസാനം ഇപ്പം എന്തായി? നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി, നമ്മുടെ കുടുംബത്തിലേക്ക് അത് വരാൻ തുടങ്ങി, നമ്മുടെ നാട്ടിലേക്ക് അത് വരാൻ തുടങ്ങി. ഇനി നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പുതിയ തലമുറനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ തന്നെയാണ് അതിനുള്ള സാഹചര്യം ഒരുക്കിയത്, നമ്മൾ തന്നെയാണ് അതിലൂടെ കടന്നുപോയത്, നമ്മൾ തന്നെയാണ് പലപ്പോഴും കുടുംബസമേതം അത്തരം കാര്യങ്ങൾ കണ്ടത്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇതെല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. ലഹരിയുടെ വിഷയം അല്ലേ? ലഹരിയെക്കുറിച്ച് പറയുമ്പോൾ ജാതിമത ഭേദമന്യേ, പാർട്ടി ഭേദമന്യേ എല്ലാവർക്കും 100 നാവാണ്. പക്ഷേ മലയാളികളായ നമ്മളിൽ ലഹരി കൂടുന്നു, അല്ലെങ്കിൽ നമ്മുടെ മക്കളിൽ ലഹരി കൂടുന്നു എന്ന പ്രശ്നത്തെ നമ്മൾ എങ്ങനെയാണ് ശരിക്കും അതിൻ്റെ വേരെവിടെയാണെന്ന് അന്വേഷിക്കണം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നേരത്തെ പറഞ്ഞ സിനിമകൾ മാത്രം എടുക്കാം. സിനിമകളിൽ മിക്കതിലും ഒരു ഹീറോയിസത്തിന് വേണ്ടി എന്താ ഉപയോഗിക്കാൻ? നായകൻ ലഹരി ഉപയോഗിക്കുന്നുണ്ടാവും. സിഗരറ്റ് വലിച്ച് അല്ലെങ്കിൽ അതുപോലെയുള്ള അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ലഹരി ഉപയോഗിക്കുന്നത് ഒരു ഹീറോയിസമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന, ഒരുപക്ഷെ നമുക്കത് കാണുമ്പോൾ ചെറിയ ഒരു കാഴ്ചപ്പാടുണ്ടാകും. പക്ഷെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എന്താ മനസ്സിലാക്കുന്നത്? ഈ സ്ക്രീനിൽ കാണുന്ന ഒരു കാര്യം അത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാസ് BGM ഒക്കെ ഇട്ട് ആസ്വദിക്കാൻ മാത്രം, അല്ലെങ്കിൽ അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യാൻ മാത്രം വലിയെന്തോ ഒരു സംഭവമാണ് എന്നാണ് കുട്ടിയുടെ മനസ്സിൽ രേഖപ്പെട്ടു പോകുന്നത്. അങ്ങനെ അനേകം സിനിമകളിലൂടെ കടന്നു പോയിട്ടാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ലഹരി ഒരിക്കലും പിടിച്ചാൽ കിട്ടാത്ത പ്രശ്നമായി മാറിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഏതേത് തിന്മകൾ എടുക്കുക, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഏത് തിന്മകൾ എടുക്കുക, അത് ഇന്നത്തെ സമൂഹത്തിൽ, ഇന്നത്തെ കാലം ശരിയില്ല, പുതിയ കുട്ടികൾ ശരിയില്ല എന്ന് പറയുന്നതിനപ്പുറത്ത് എങ്ങനെ അതിനോടുള്ള കാഴ്ചപ്പാട് മാറി എന്ന് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കണം. അശ്ലീലങ്ങൾ, ആഭാസങ്ങൾ, അത് ആസ്വദിക്കുന്ന വിഷയം എങ്ങനെ മാറിയത്? ഈ രൂപത്തിൽ തന്നെയാണ്. നിരന്തരം സോഷ്യൽ മീഡിയ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ അശ്ലീലം ആസ്വദിക്കാൻ തന്നെ വലിയൊരു ഇടങ്ങേറുണ്ടായിരുന്നു, വലിയ എഫേർട്ടുള്ളൊരു കാര്യമായിരുന്നു അല്ലേ? മുമ്പും അശ്ലീലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എവിടെന്നെങ്കിലുമൊക്കെ ഒരു CD ഒപ്പിച്ച് ആളുകളില്ലാത്ത ഏതെങ്കിലും വീട് കണ്ടെത്തി അവിടെ ആരും ഇല്ലാന്ന് ഉറപ്പുവരുത്തി അങ്ങനെയൊക്കെ വേണമായിരുന്നു ഒരു അശ്ലീലം ആസ്വദിക്കാൻ. ഇന്ന് സ്വന്തം മൊബൈലിൽ, സ്ക്രീനിൽ ഏത് നിമിഷവും ഒറ്റ ക്ലിക്കിൽ കിട്ടുന്ന രൂപത്തിലേക്ക് അത് മാറിയിട്ടുണ്ട്. അത് പതിയെ അതിനെ സ്വാഭാവികവൽക്കരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇന്ന് പ്രശ്നം പറയുന്ന ഏതേത് കാര്യത്തിലും അവിടെ സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു കാര്യമാണ്. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയും. പതിയെ അതിനെ സ്വാഭാവികവൽക്കരിക്കുക, അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യുക എന്ന് പറയും. നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി തിന്മയാണെന്ന് വിചാരിക്കുന്ന കാര്യമാണെങ്കിൽ പോലും അതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്, അത് ചെയ്യാത്ത ആൾക്കാരില്ല, അത് ഇന്നത്തെ കാലത്ത് വളരെ സർവ്വസ്വാഭാവികമാണ് എന്ന് നിരന്തരം പറഞ്ഞ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ട് ചെന്നെത്തിക്കുക, അതിനെയാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ഈ നോർമലൈസേഷനിലൂടെയാണ് എല്ലാ തിന്മകളും നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോർമലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമാണത്, ആ തിന്മകളൊക്കെ വളരെ സ്വാഭാവികമാണ് എന്ന ചിന്തയിലേക്ക് നമ്മുടെ മനസ്സ് ചെന്നെത്തുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ഇത്തരം തിന്മകൾ നമ്മളുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വഴിയെ നമ്മൾ തടയേണ്ടതുണ്ട്. ഇങ്ങനെ നോർമലൈസേഷൻ സംഭവിച്ചാൽ എന്താ സംഭവിക്കാമെന്നറിയാം? ഈ പറഞ്ഞ ഒരു അശ്ലീലം കാണൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും അനാവശ്യ രംഗങ്ങൾ കാണുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രം എടുക്കുക, അത് വളരെ സ്വാഭാവികമാണ്, അതെല്ലാവരും ചെയ്യുന്നതാണ്, അത് ചെയ്യാത്ത ആൾക്കാരൊന്നുമില്ല എന്ന രൂപത്തിൽ അതിനെ ന്യായീകരിക്കുന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായി എന്ന് വിചാരിക്കുക. പിന്നെ അതാണ് ശരി, അല്ലെങ്കിൽ അതാണ് നടക്കുന്നത് എന്ന ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ പിന്നെ ദീന് അതിനെ എതിർക്കുന്നത് കാണുമ്പോൾ നമുക്ക് അതിനോടുള്ള വിരോധമാണ് പിന്നെ ഉണ്ടാവുക. അതായത് അശ്ലീലം കാണലൊക്കെ വളരെ സ്വാഭാവികമാണ്. എന്നിട്ട് നമ്മൾ കുത്തുബക്ക് പോവുകയാണ്. കുത്തുബയിൽ ഇമാമ് പറയാണ് അങ്ങനെ നോക്കാൻ പാടില്ല, അനാവശ്യമായി രണ്ടാമത്തെ ഒരു നോട്ടം വ്യഭിചാരമാകുന്നു, കണ്ണിൻ്റെ വ്യഭിചാരം അതാകുന്നു, കാതിൻ്റെ വ്യഭിചാരമാകുന്നു ഒക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഹദീസും ആയത്തൊക്കെ പറയും. അപ്പോൾ ഇത് കാണുന്ന ഇതൊക്കെ ഓക്കെയാണെന്ന് വിചാരിക്കുന്ന കുട്ടി എങ്ങനെ കേൾക്കുക? നമ്മുടെ ഒരു സ്വാതന്ത്ര്യം അല്ലേ, നമ്മുടെ ഒരു കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്വാതന്ത്ര്യത്തെ പോലും തടയുന്നൊരു മതം, എന്തൊരു ഇടങ്ങേറാണിത്, എന്ത് ചെയ്താലും ഹറാം. ഇങ്ങനെയാണ് നമ്മുടെ മനസ്സ് പതിയെ മതത്തിനെതിരാകുന്നത്. അവിഹിത ബന്ധങ്ങളെക്കുറിച്ച് എങ്ങനെയാ ഈ നോർമലൈസേഷനിലൂടെ ഇതൊക്കെ സ്വാഭാവികമാണ് എന്ന ചിന്തയിലേക്ക് എത്തിപ്പെട്ടാൽ പിന്നെ എന്താ സംഭവിക്കുക? നമ്മൾ നിരന്തരം കേൾക്കുകയാണ് അല്ലേ, സോഷ്യൽ മീഡിയയിൽ കയറിയാൽ അവിഹിതത്തെയും അത്തരത്തിലുള്ള ബന്ധങ്ങളെയും ഒക്കെ ഗ്ലോറിഫൈ ചെയ്യുന്ന, അതൊക്കെ വലിയ സംഭവമാണ് എന്ന് നിരന്തരം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന, അതൊക്കെ വളരെ സ്വാഭാവികമാണ്, അതൊക്കെ ശരിയാണ് എന്ന് നിരന്തരം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് ശരിയാണെന്ന ചിന്തയോടുകൂടി നമ്മൾ
ഖുർആൻ ക്ലാസ്സിന് പോവാണ്. ഖുർആൻ ക്ലാസ്സിന് പറയാണ് അവിഹിത ബന്ധം പാടില്ല, നിക്കാഹിന് മുമ്പ് സംസാരിക്കാൻ പാടില്ല, കാണാൻ പാടില്ല, പിന്നെ അല്ലെങ്കിൽ വിളിക്കാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് കേൾക്കുന്ന കുട്ടി എന്താ വിചാരിക്കുക? ഒരു സ്വാതന്ത്ര്യമില്ലാത്ത, ഒരു വിവാഹത്തിന് മുമ്പുള്ള ഒരു പ്രണയബന്ധത്തിന് പോലും അടങ്ങേറാക്കുന്ന ഒരു ദീന്, വല്ലാത്തൊരു ദീൻ തന്നെ, വല്ലാത്തൊരു അടങ്ങേറ് തന്നെ, എല്ലാ ഹറാമും. പതിയെ പതിയെ നമ്മുടെ ചിന്തയെ, നമ്മുടെ കാഴ്ചപ്പാടിനെ ദീനിന് വിരുദ്ധാക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെ തന്നെയാണ് ഏതേത് കാര്യം. ഇപ്പോൾ സ്വവർഗരതി എന്നൊക്കെ പറഞ്ഞ ഒരു 10-15-20 വർഷം മുമ്പ് സമൂഹത്തിൽ എല്ലാവരും ഒരേപോലെ, ജാതിമത ഭേദമന്യേ, പാർട്ടി ഭേദമന്യേ എല്ലാവരും ഒരേപോലെ ഒരു വൃത്തികേട് എന്നും പറഞ്ഞ് നടന്നിരുന്ന ഒരു കാര്യമാണ് സ്വവർഗരതി. എന്താ സംഭവിച്ചത്? വളരെ ആസൂത്രിതമായി സോഷ്യൽ മീഡിയകളിലൂടെ സിനിമകളിലൂടെ അത് കുഴപ്പമില്ല എന്ന് നിരന്തരം പുഷ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇപ്പം എന്താ അവസ്ഥ? സ്വവർഗരതി തെറ്റാണെന്ന് പറയുന്നുണ്ടോ വലിയ തെറ്റാണെന്ന അവസ്ഥയിലേക്ക് എത്തി. അത് നിരന്തരം കേൾക്കുകയാണ്. അല്ലെ, ഇൻ്റർവ്യൂകളിലൂടെ നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കൾ കാണുന്ന വീഡിയോകൾ നോക്കുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക? അനാവശ്യം കാണുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയും. അവർ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ എല്ലാം ഹായ് ഗൈസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അതിങ്ങനെ വീഡിയോ എടുത്ത് ഇടും. നമ്മൾ കാണുമ്പോൾ എന്താ, അത് അവരുടെ ജീവിതം ഇടുന്നു. പക്ഷേ അത്തരം വീഡിയോകളിലൂടെ പോലും നമ്മുടെ മനസ്സിലേക്ക് ചില സന്ദേശങ്ങൾ എത്തുന്നുണ്ട്. അവരുടെ ജീവിതം പറയുന്നതിൻ്റെ കൂടെ തന്നെ ചില ആശയങ്ങളും പറയുന്നുണ്ട്. അതെന്താ? അതൊക്കെ നമ്മളൊക്കെ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ അത് പരമാവധി ആസ്വദിക്കാനുള്ളതാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. ഈ ജീവിതം പരമാവധി ആസ്വദിച്ച് അടിച്ചുപൊളിച്ച് ജീവിക്കാൻ നോക്കിയാൽ മതി. ഇതാണ് ഈ വീഡിയോകളിലൂടെ, വളരെ നിർദോഷകരമെന്ന് നമുക്ക് തോന്നുന്ന വീഡിയോകളിലൂടെ പോലും പ്രസരിക്കുന്ന ആശയങ്ങൾ. ആ വീഡിയോകളൊക്കെ ഇങ്ങനെ കണ്ട് അത്തരം ചിന്തകളിലൂടെയൊക്കെ കടന്നുപോയൊരു കുട്ടി എന്താ മനസ്സിലാക്കുന്നത്? സ്വവർഗരതി എന്ന് പറഞ്ഞാൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, ആണുമാണോ പെണ്ണോ ആരും, അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ, അവരുടെ സ്വകാര്യതയല്ലേ, അവരെന്തോ ചെയ്തോട്ടെ, നമ്മൾ തെറ്റാതൊന്നും പറയാൻ പോണ്ട. ഈ ചിന്തയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ ആ ചിന്ത തലയിൽ കയറിയ കുട്ടി പിന്നെ ഖുർആൻ ക്ലാസ്സിന് വന്നിട്ട് ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം കേൾക്കുമ്പോൾ അത് ഹറാമാകുന്നു, ഫാഹിഷത്താകുന്നു, ഒരു സമൂഹത്തെ തന്നെ തകർക്കാൻ മാത്രം ഗൗരവകരമായ തിന്മയാകുന്നു എന്നൊക്കെ കേട്ടാൽ ആ കുട്ടി എന്താ വിചാരിക്കുക? ഓൾറെഡി അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് വലിയ തെറ്റൊന്നല്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണെന്ന് ആദ്യം വിചാരിച്ചിട്ടുണ്ട്. ആ തെറ്റല്ല എന്ന് അവൻ വിചാരിക്കുന്ന, അതൊക്കെ സ്വാതന്ത്ര്യമാണെന്ന് അവൻ വിചാരിക്കുന്നതിനെതിരായിട്ടാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഖുർആൻ സ്വാതന്ത്ര്യത്തിനെതിരാണ്, ഹദീസ് സ്വാതന്ത്ര്യത്തിനെതിരാണ്, ഇസ്ലാം ദീന് സ്വാതന്ത്ര്യത്തിനെതിരാണ്. നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യത്തെയും ഇല്ലാതാക്കുന്ന, നമ്മളെ വരിഞ്ഞു മുറുക്കുന്ന ഒരു എടങ്ങേറാണ് ദീന്. ഞാൻ പറഞ്ഞു വന്നത്, എങ്ങനെയാണ് ഇത്തരം കാഴ്ചപ്പാടുകളിലൂടെ നമ്മളെ ദീനിനെതിരാക്കുന്നത് എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞ എന്താ? നിരീശ്വരവാദത്തെക്കുറിച്ചാണ്. നിരീശ്വരവാദം എന്താ ചെയ്തത്? നമ്മളോട് നേരിട്ട് വന്ന് പറഞ്ഞു മതം വേണ്ട, ദൈവം വേണ്ട. നമ്മളെന്ത് ചെയ്തു? അതിനൊറ്റയടിക്ക് തള്ളിക്കളഞ്ഞു. കാരണം എന്താ? ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മതം അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് അവൻ്റെ സാമാന്യ യുക്തിയാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ സംവാദങ്ങളിലൂടെയൊക്കെ വളരെ കൃത്യമായിക്കൊണ്ട് ദൈവത്തെയും മതത്തെയും അതിനെ ആ നിലക്ക് സ്ഥാപിക്കാൻ നമുക്ക് സാധിച്ചത്. ഒരു നിരീശ്വരവാദി നമ്മളോട് നേരിട്ട് വന്നിട്ട് ദൈവമില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളൊരു അവസ്ഥ ആലോചിച്ച് നോക്കുക. നമ്മൾ നിരീശ്വരവാദത്തിനെ കുറിച്ച് ഒരു പുസ്തകം പോലും വായിക്കണ്ട, എന്നാൽ പോലും നമ്മളറിയാതെ നമ്മൾ തിരിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കും. അല്ലേ, ദൈവമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, പിന്നെ ഈ പ്രപഞ്ചമൊക്കെ എങ്ങനെ ഉണ്ടായി? ഈ കാണുന്ന മഹാപ്രപഞ്ചം അതെങ്ങനെ ഉണ്ടായി? ഇത്രയും വ്യവസ്ഥാപിതമായി ഇതൊക്കെ സംഭവിക്കുന്നു, അതെങ്ങനെ ഉണ്ടായി? നമ്മുടെ ഒരു കോശത്തിൽ പോലും, നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത ഒരു സെല്ലിൽ പോലും ഒരു 16 നിലയോളം വരുന്ന ഒരു കെട്ടിടത്തിൽ മുഴുവൻ പുസ്തകങ്ങൾ വെച്ചാൽ എത്രത്തോളം അറിവ് അതിലുണ്ടാകുമോ അത്രയും അറിവുകൾ ഓരോ കോശത്തിലും രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെ തനിയെ ഉണ്ടാവുക? ആരും ഇതിന് പിന്നിലില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എങ്ങനെ ഉണ്ടാവുക? ഇതൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും വരും. അതിനവർക്ക് മറുപടി പറയാനുണ്ടോ? ഇല്ല, അല്ലേ? 1400 വർഷങ്ങൾക്ക് മുമ്പേ ഖുർആനിലൂടെ ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് തനിയെ സൃഷ്ടിക്കപ്പെട്ടു എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ആ ചോദ്യത്തിന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് എങ്ങനെ ഈ പ്രപഞ്ചം ഉണ്ടായി എന്ന ചോദ്യത്തിന് ഇന്നും 2026 നിരീശ്വരവാദികൾക്ക് ഒരു തൃപ്തികരമായ ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അവർക്കത് പറയാൻ സാധ്യമല്ല. ഏറ്റവും യുക്തിരഹിതമായ ആശയമാണ് നിരീശ്വരവാദം എന്ന് പറയുന്നത്. അപ്പോൾ ആ യുക്തിരഹിതമായ മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റാത്ത നിരീശ്വരവാദം കൊണ്ട് ആളുകളെ മതത്തിനെതിരാക്കാൻ പറ്റൂല. അതവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ രണ്ടാമത്തെ പ്ലാൻ എടുത്തത്. പ്ലാൻ ബി എന്താ? അത് മതത്തിൻ്റെ സാമൂഹ്യ വേരുകൾ തകർത്തെറിയുക എന്നതായിരിക്കണം നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശം. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ഈ സാമൂഹ്യ വേരുകൾ? ഈ പറഞ്ഞ ധാർമ്മികതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ, അതിനെ തകർത്ത് കളയാം. അതിനെ സിനിമകളിലൂടെ, സീരിയലുകളിലൂടെ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ
ഇന്റർവ്യൂകളിലൂടെ, എഴുത്തുകളിലൂടെ നിരന്തരം അതിനെ തകർത്ത് കളയുക. അതിനെ തകർത്താൽ എന്താ സംഭവിക്കുക? അത് തകർന്ന രൂപത്തിൽ നമ്മുടെ ആ മനസ്സുമായി നമ്മൾ ദീന് കേട്ടാൽ നമ്മൾ ദീനിനെതിരാകും. അപ്പൊ അവസാനം സംഭവിച്ചത് എന്താ? രണ്ടും ഒന്ന് തന്നെ സംഭവിച്ചത്. നിരീശ്വരവാദികൾ എന്താ ഉദ്ദേശിച്ചത്? ആളുകളെ മതത്തിൽ നിന്ന് അകറ്റണം. അത് നിരീശ്വരവാദം നേരിട്ട് പറഞ്ഞപ്പോൾ അത് നടന്നില്ല. ഇപ്പം എന്താ സംഭവിച്ചത്? നേരിട്ട് പറയാതെ നമ്മളറിയാതെ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റിക്കൊണ്ടത് ശ്രമിച്ചപ്പോൾ അത് ഒരു പരിധിവരെ നമ്മുടെ സമൂഹത്തിൽ വർക്കൗട്ടായി. ഇവിടെയാണ് ഇതിൻ്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇങ്ങനെയാണ് ആളുകൾ മതത്തിനെതിരാകുന്നത്. ഇങ്ങനെയാണ് പുതിയ തലമുറ മതത്തിൽ നിന്ന് അകലുന്നത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മുടെ കുടുംബത്തെ നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ. അവിടെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ദീനിനോടുള്ള കാഴ്ചപ്പാട് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ പലിശയുമായി ബന്ധപ്പെട്ട ഉദാഹരണത്തിലേക്ക് തിരിച്ചു പോവുക. ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സെറ്റ് ചെയ്യാൻ നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ജീവിതത്തിൽ, എല്ലാവരുടെ ജീവിതത്തിലും ഒരുപാട് തിന്മകൾ സംഭവിക്കുന്നുണ്ട്, യാതൊരു സംശയമില്ല. എല്ലാ മനുഷ്യരും തിന്മകൾ സംഭവിക്കുന്നവരാണ്. പക്ഷേ ആ തിന്മകൾ വഹി മുഖേന ഖുർആനിലും ഹദീസിലും അത് തെറ്റാണെന്ന് കണ്ടാൽ രണ്ട് സമീപനങ്ങൾ നമുക്ക് സാധ്യമാണ്. ഒന്നാമത്തെ എന്താ അറിയോ? ഒന്നാമത്തത്, എൻ്റെ ജീവിതത്തിൽ ഈ തിന്മ ഉണ്ട്, പക്ഷേ വഹി മുഖേന അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിയുമ്പോഴെങ്കിലും പതിയെങ്കിലും ഇതൊന്നും ഇല്ലാതാക്കണം, ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന ഒരു കാഴ്ചപ്പാട് ഒന്നാമത്തത്. എൻ്റെ ജീവിതത്തിൽ അതുണ്ട്, അത് എൻ്റെ തെറ്റാണ്. ഇതാണ് ഒന്നാമത്തെ കാഴ്ചപ്പാട്. രണ്ടാമത്തെ എന്താ? ഞാനത് ചെയ്യുന്നത് കൊണ്ട് അതൊക്കെ സ്വാഭാവികമാണ്, അത് വലിയ കുഴപ്പമൊന്നുമില്ല, ഖുർആനിലും ഹദീസിലും അത് ഹറാമാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിലുള്ളത് കൊണ്ട് ഞാനത് ന്യായീകരിക്കും എന്നതാണ് രണ്ടാമത്തെ കാഴ്ചപ്പാട്. ആ രണ്ടാമത്തെ കാഴ്ചപ്പാടാണ് എല്ലാത്തിൻ്റെയും മൂലകാരണം. ആ കാഴ്ചപ്പാടിലൂടെ പോകുന്നത് കൊണ്ടാണ് ഏതേത് പ്രശ്നത്തെയും സമൂഹത്തിന് അതിനെ എതിർക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നത്, അല്ലെ? ലഹരിയാകട്ടെ, ലഹരി ഉദാഹരണത്തിന് പറയാം, ഈ മതമില്ലാത്ത ഒരു അവസ്ഥ, മതരഹിതമായൊരു അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായാൽ നമുക്ക് എങ്ങനെ ലഹരിനെ എതിർക്കാൻ സാധിക്കുക? കാരണം എന്താ? ഇവരുടെ അടിസ്ഥാനം എന്താ? ഈ മതമില്ലായ്മയുടെ അടിസ്ഥാനം, ലാദീനിയാത്തിന്റെ അടിസ്ഥാനം എന്താ? ജീവിതം പരമാവധി ആസ്വദിക്കാനുള്ളതാണ്, മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം എന്തും നിങ്ങൾക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതാണ് ഏറ്റവും അടിസ്ഥാനം. ശരി, ഈ രണ്ട് അടിസ്ഥാനം വെച്ചിട്ട് നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് പോയിട്ട് നമ്മുടെ കുട്ടികളോട് നമ്മൾ പറയുകയാണ് ലഹരി ഉപയോഗിക്കരുത്. നമ്മൾ എന്താ ലഹരി വിരുദ്ധ ക്ലാസ്സുകളിൽ പറയാം? മക്കളെ, നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത്, ലഹരി ഉപയോഗിച്ചാൽ നിങ്ങളുടെ കരളടിച്ചു പോകും, കിഡ്നി അടിച്ചു പോകും, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം പെട്ടെന്ന് തീർന്നു പോകും, പെട്ടെന്ന് മരിച്ചു പോകും. ഇതൊക്കെയാണ് നമ്മൾ പറയാം, അല്ലേ? നമ്മൾ വിചാരിക്കുക എന്താ, മുമ്പത്തെ പോലെ അതൊക്കെ കേട്ടാൽ കുട്ടികൾ ഇങ്ങനെ പേടിച്ച് ഓക്കെ അതൊന്നും വേണ്ടാന്ന് തീരുമാനിക്കും. അങ്ങനെയാണോ? അല്ല. ഈ പറഞ്ഞ ലാദീനിയാത്തിന്റെ, മതമില്ലായ്മയുടെ കാഴ്ചപ്പാടുകൾ തലയിൽ കയറിയ കുട്ടി ഇത് കേൾക്കുമ്പോൾ എങ്ങനെ ചിന്തിക്കാന്നറിയോ? ശരി, കിഡ്നി അടിച്ചു പോയിക്കോട്ടെ, ഈ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ജീവിതം. ആ ചെറിയ ജീവിതം പരമാവധി ആസ്വദിക്കാനുള്ളതാണ്. മറ്റുള്ളവർ ഉപദ്രവിക്കാത്ത എന്ത് കാര്യവും എനിക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഈ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് കിഡ്നി അടിച്ചു പോയി 10-30 വയസ്സാകുമ്പോൾ മരിച്ചാലും കുഴപ്പമില്ല, മരിക്കുന്നത് വരെ പരമാവധി ആസ്വദിക്കണം. ഇതാണ് അവരുടെ ചിന്ത. ആ ചിന്തയുള്ള കുട്ടികളോട് നമ്മൾ കരളടിച്ചു പോകുന്ന, കിഡ്നി അടിച്ചു പോകുന്ന കഥ പറഞ്ഞത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അവരിതിങ്ങനെ കേട്ട് ചിരിച്ചു കണ്ടിരിക്കും, ഒരു വികാരം അവർക്ക് ഉണ്ടാവില്ല. കാരണം എന്താ? അവരടിസ്ഥാനമായി വിചാരിക്കുന്നത് തന്നെ എന്താ? ഈ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പരമാവധി ആസ്വദിക്കാനുള്ളതാണ്. ആസ്വദിക്കാനുള്ള ഒരു വഴിയും നമ്മൾ ഇല്ലാതാക്കരുത്, ആസ്വദിക്കാനുള്ള ഒരു വഴിയും നമ്മളെ കളഞ്ഞു കളയരുത് എന്നുള്ളതാണ് അവർ വിചാരിക്കുന്ന ഒരു കാര്യം. അങ്ങനെ വിചാരിക്കുന്ന ഒരു കുട്ടിയോട് ലഹരി പറ്റൂല എന്ന് പറയാൻ നമുക്ക് പറ്റൂല. കാരണം അവൻ പറയുന്നത് എന്താ? എൻ്റെ ജീവിതം, എൻ്റെ ശരീരം, അതിൽ കിഡ്നിയും അതിൻ്റെ അവയവങ്ങളൊക്കെ എൻ്റെ കാര്യമാണ്, അത് ഞാൻ തീരുമാനിച്ചോളാം, നിങ്ങൾ മിണ്ടണ്ട, അല്ലേ? അത് എൻ്റെ തീരുമാനമാണ്. എങ്ങനെ ആസ്വദിക്കണം, എന്തുപയോഗിക്കണം എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. ഞാൻ എപ്പോൾ മരിക്കണം എന്നുള്ളതോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് ദോഷകരമായ കാര്യമാണെങ്കിൽ പോലും അത് ഉപയോഗിക്കണോ വേണ്ട എന്നുള്ളതൊക്കെ എൻ്റെ തീരുമാനമാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാനുള്ള അവകാശം ഇല്ല. ഞാൻ എൻ്റെ റൂമിൽ കുറ്റിയിട്ട് വേറെ ആരും കാണാതെയാണ് കഞ്ചാവ് ഉപയോഗിക്കുന്നത്, നിങ്ങളെങ്ങനെ അത് തെറ്റാന്ന് പറയാം? ഇതാണ് അവരുടെ അടിസ്ഥാനം. ഈ അടിസ്ഥാനത്തിൽ പിന്നെ ഒന്നും അശ്ലീലങ്ങൾ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? നീലചിത്രങ്ങൾ കാണുന്ന ഒരു കുട്ടിയോട് നമ്മൾ എന്താ പറയാ? എന്തു പറഞ്ഞാൽ അവരെ തിരുത്താൻ സാധിക്കുക? അവർ പറയുന്നത് എൻ്റെ കണ്ണ്, എൻ്റെ റൂമ്, ഞാൻ വേറെ ആരെയും ഉപദ്രവിക്കുന്നില്ല, ഞാനിത് കാണുന്നതിലൂടെ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഉപദ്രവമുണ്ടോ? വേറെ ആരെങ്കിലും ഞാൻ തല്ലുന്നുണ്ടോ, കൊല്ലുന്നുണ്ടോ? ഇല്ലല്ലോ. ഞാൻ എൻ്റെ ആസ്വാദനല്ലേ, എൻ്റെ ജീവിതമല്ലേ, നിങ്ങളാരാ പറയാൻ? ഈ അടിസ്ഥാനമാണ് പ്രശ്നം. ഈ അടിസ്ഥാനത്തിലേക്ക് നമ്മുടെ മക്കളുടെ തലച്ചോറെത്തിയാൽ പിന്നെ ഒരു ഉപദേശവും അവിടെ വർക്കൗട്ട് ആവില്ല, അല്ലേ? ഇവിടെ ഉള്ള രക്ഷിതാക്കളൊന്ന് ആലോചിച്ച് നോക്കുക.
എന്തെങ്കിലും ഉപദേശിച്ചാൽ എന്താ പുതിയ തലമുറയുടെ പ്രതികരണം? ഈ ഒരു ടെംപ്ലേറ്റിലാണ്. നമ്മൾ അധ്യാപകരെയൊക്കെ കുറ്റം പറയും. അധ്യാപകരെ കുറ്റം പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല. അധ്യാപകരായിരുന്നു മുമ്പൊക്കെ ഒരു പരിധിവരെ സ്കൂളിലൊക്കെ ഉണ്ടായിരുന്ന ഇത്തരത്തിലുള്ള ധാർമ്മികമായ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. ഇന്ന് അവർക്കത് പറ്റുമോ? ഇല്ല. അവരും പറയുന്നത് എന്താ? അധ്യാപകരാരെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ ഗുണദോഷിച്ചാൽ അവരോടും തിരിച്ചു പറയാനുള്ളത് ഇതേ മറുപടിയാ. കുട്ടികൾ പറയും, മാഷ് ഫിസിക്സ് അധ്യാപകനാണെങ്കിൽ ഫിസിക്സ് പഠിപ്പിച്ച് പോയാൽ മതി, ബാക്കി കാര്യത്തിൽ ഇടപെടാൻ വരണ്ട. എന്നിട്ടും എന്തെങ്കിലും ഉപദേശിക്കാൻ നിന്നാൽ പിന്നെ നേരെ ചൈൽഡ് ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കുകയും ചെയ്യും. അതുകൊണ്ട് അധ്യാപകർക്ക് എന്ത് തീരുമാനിക്കും? വെറുതെ എന്തിനാ ഞാൻ വേണ്ടാത്ത വള്ളി പിടിക്കുന്നത്, ഞാൻ എൻ്റെ ജോലിയും ചെയ്ത് തിരിച്ചു പോകാം എന്ന് വിചാരിക്കുന്നു. വെറുതെ അല്ല നമ്മുടെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ദീനാണു പരിഹാരം, ദീനിലേക്ക് തിരിച്ചു വരലാണ് പരിഹാരം. ദീനില്ലായ്മയാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം. അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ദീന് എന്ന് പറഞ്ഞാൽ കേവലമായ നിസ്കാരവും നോമ്പും അല്ല, മറിച്ച് ഈ കാഴ്ചപ്പാടാണ്. എനിക്ക് എന്താണ് ശരി, എന്താണ് തെറ്റ്, എനിക്ക് എന്താണ് ഗുണകരം, എന്താണ് ദോഷകരമെന്ന് പരിപൂർണമായി അറിയുന്നത് എന്നെ പടച്ച എൻ്റെ പടച്ചോനാണ് എന്നും ആ പടച്ചവൻ പറഞ്ഞതിനനുസരിച്ച് ജീവിക്കലാണ് യഥാർത്ഥത്തിലുള്ള യുക്തി എന്നുള്ളതും തിരിച്ചറിയലാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനെയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണം. എൻ്റെ ജീവിതം ഞാൻ പടച്ചോന് സമർപ്പിച്ചിരിക്കുന്നു. അങ്ങനെ സമർപ്പിച്ചാൽ പിന്നെ ഈ വേറെ ഏത് ചിന്തകളേക്കും അവിടെ സ്ഥാനമില്ല. കാരണം എന്ത് ചിന്ത വരുമ്പോഴും ഞാൻ എന്താ ആലോചിക്കുക? എല്ലാം അറിയുന്ന അൽ അലീമായ പടച്ചവൻ ഇത് ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് വേണ്ട. അൽ അലീമായ പടച്ചവൻ, എല്ലാം അറിയുന്ന പടച്ചവൻ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്യും. കാരണം എന്താ? എൻ്റെ അറിവിന് പരിമിതിയുണ്ട്, എൻ്റെ ചിന്തക്ക് പരിമിതിയുണ്ട്, എൻ്റെ തലച്ചോറിന് പരിമിതിയുണ്ട്. ആ പരിമിതികളുള്ള ഞാൻ ആലോചിച്ചാൽ എല്ലാ കാര്യത്തിലും അതിന് കൃത്യമായ ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് അറിവില്ല. എല്ലാം അറിയുന്ന ആ പരിധികളില്ലാത്ത, ആ പരിമിതികളില്ലാത്ത പടച്ചവൻ ഒരു കാര്യം വഹി മുഖേന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ശരി. ഈ ഒരു ബോധ്യത്തിലേക്ക് നമ്മളും നമ്മുടെ കുടുംബവും എന്നെത്തിപ്പെടുന്നോ അന്ന് മാത്രമേ ഇത്തരം തിന്മകളെ ഫലപ്രദമായി തടയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആ അടിസ്ഥാനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടുന്ന തിരുത്തൽ എന്ന് പറയുന്നത്. നിങ്ങൾ പല കാര്യങ്ങളെയും ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ പല കാര്യങ്ങളോടും നിങ്ങൾക്ക് അനിഷ്ടം തോന്നുന്നുണ്ട്. വഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് അതിനോട് അനിഷ്ടം തോന്നുന്നുണ്ടെങ്കിലും ശരിക്കും നിങ്ങൾക്ക് അതെന്തായിരിക്കും? ഖൈറായിരിക്കും. നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നുണ്ട്. വഹുവ ശർറുൽ ലക്കും, ശരിക്കും നിങ്ങൾക്കത് ഷെറുമായിരിക്കും. നമ്മളിങ്ങനെ നമ്മുടെ പരിമിതമായ യുക്തിയും ബുദ്ധിയും വെച്ച് ആലോചിക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് പലതും തോന്നും. പക്ഷേ എല്ലാം അറിയുന്ന പടച്ചവൻ പറഞ്ഞത് അത് എല്ലാം അറിയുന്നവനായതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പടച്ചവനിൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അല്ലാഹുവിനാണ് എല്ലാം അറിയുക. നമ്മുടെ അറിവിന്, നമ്മുടെ കഴിവിന് പരിമിതികളുണ്ട്, നമുക്ക് അറിവില്ല എന്ന ബോധ്യത്തിലേക്ക് നമ്മൾക്ക്, നമ്മുടെ കുടുംബത്തിന്, സമൂഹത്തിന് എന്നെത്തിപ്പെടാൻ സാധിക്കുന്നോ അന്നാണ് ഇത്തരം തിന്മകളെ ഫലപ്രദമായി തടയാൻ നമുക്ക് സാധിക്കുക. അതില്ലെങ്കിൽ ദീനില്ലാത്ത അവസ്ഥ, മതമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ മൂല്യരഹിതമായ അവസ്ഥ എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കാണാൻ അല്ലെ, യൂറോപ്യൻ നാടുകളിൽ അതുപോലെ തന്നെ അമേരിക്കയിൽ ഒക്കെ ആ സമൂഹം തകർന്ന് തരിപ്പണാവാൻ. എന്തേ കാരണം? ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവർ മതത്തെ വലിച്ചെറിഞ്ഞു എന്നിട്ട് പറഞ്ഞു ഓരോരുത്തരും അവരവരുടെ ആസ്വാദനത്തിന്റെ പിന്നാലെ പോകട്ടെ. ഇന്ന് മെക്സിക്കോയിൽ ഒരു യുദ്ധം നടക്കുകയാണ്. യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കേണ്ട രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള അല്ലെ, രണ്ട് മതങ്ങൾ തമ്മിലുള്ള, രണ്ട് കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലൊക്കെയാണ് ഇന്ന് മെക്സിക്കോയിൽ നടക്കുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ. ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള യുദ്ധമാണ്. ലഹരിക്കാരും ഗവൺമെന്റും തമ്മിലാണ് യുദ്ധം. ആ അവസ്ഥയിലേക്ക് ഒരു സമൂഹം എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ? അതിന്റെ കാരണം എന്താ? അമേരിക്കക്കാർക്ക് ലഹരി വേണം. അമേരിക്കയിലുള്ള ടീനേജ് പ്രായത്തിലും അതുപോലെ തന്നെ യുവാക്കളും ലഹരി ഉപയോഗിക്കാത്തവർ അത്രമേൽ കുറവാണെന്നാണ്. നമ്മൾ പുറത്ത് കാണുന്ന യൂറോപ്പും അമേരിക്കയും പറഞ്ഞാൽ എന്താ? വളരെ വികസിച്ച വലിയ വലിയ കെട്ടിടങ്ങളും അതുപോലെ തന്നെ ജോലിയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുള്ള സൗകര്യങ്ങളുള്ള അമേരിക്കയും യൂറോപ്പുമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ മൂല്യമില്ലാത്ത അവസ്ഥയിലേക്ക് ആ സമൂഹം എത്തിപ്പെട്ടപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് അമേരിക്കയുടെ തെരുവുകളുടെ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ഇന്റർനെറ്റിൽ നിന്ന് അടിച്ചു നോക്കിയാൽ കിട്ടും. ബോധമില്ലാതെ തെരുവിൽ കിടക്കുന്ന യുവാക്കൾ, അതുപോലെ തന്നെ എല്ലാവിധ അശ്ലീലങ്ങളും ആഭാസങ്ങളും ചെയ്തുകൊണ്ട് ജീവിതത്തിനൊരർത്ഥമില്ലാതെ മുന്നോട്ട് പോകുന്ന യുവാക്കളെയും യുവതികളെയും നമുക്ക് ആ യൂറോപ്പിന്റെ തെരുവുകളിൽ നമ്മൾ കാണാൻ. എന്തേ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചിട്ടില്ല. മൂല്യത്തിന്റെ അടിസ്ഥാനങ്ങളെ അവർ
തകർത്തെറിഞ്ഞു കളഞ്ഞു, അതിനെ വലിച്ചെറിഞ്ഞു. അതോടുകൂടി ആ സമൂഹം തകർച്ചയിലാണ്. അതുകൊണ്ടാണ് ഇപ്പം അവിടെ വരുന്ന വലതുപക്ഷ ചിന്താഗതികൾ പോലും എന്താ പറയുന്നത്, നമ്മുടെ സമൂഹത്തെ തിരിച്ചു പിടിക്കണം, നമ്മുടെ കുടുംബ സംവിധാനത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ തിരിച്ചു കൊണ്ടുപോരണം, ഇത്തരത്തിലുള്ള ലിബറൽ ആശയങ്ങളിൽ നിന്നും നമ്മുടെ സമൂഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ വോട്ട് ചോദിക്കുന്നത് പോലും. എന്നിട്ടോ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ യൂറോപ്പിൻ്റെ പിന്നാലെ ഓടുക. യൂറോപ്യന്മാർ നീട്ടിച്ചർദ്ദിച്ച കാര്യങ്ങൾ എടുത്തു വിഴുങ്ങാൻ നമ്മുടെ സമൂഹം അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക, ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, മൂല്യമില്ലാത്ത അവസ്ഥയിലേക്ക്, മതമില്ലാത്ത അവസ്ഥയിലേക്ക് ഒരു സമൂഹം ചെന്നുപെടുക എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമില്ലാത്ത, മാനവികതയില്ലാത്ത, ധാർമ്മികതയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് തകർന്ന സമൂഹങ്ങളായി മാറുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ട്, അത് ഞാനിപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും ഏതെങ്കിലും നാട്ടിലുള്ള ഏതെങ്കിലും നിരീശ്വരവാദികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, എന്നെക്കുറിച്ചാണ്, നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ചാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ദീനിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആ രൂപത്തിൽ പടച്ചവൻ ഒരു കാര്യം പറഞ്ഞാൽ, വഹി മുഖേന ഖുർആനിലും ഹദീസിലും ഒരു കാര്യം വന്നാൽ എനിക്കത് ഇഷ്ടമുണ്ടെങ്കിലും എനിക്കത് യോജിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്ന് എൻ്റെ അരിപ്പക്കപ്പുറത്തേക്ക്, അത് വഹി മുഖേന വന്നതാണോ, സ്വഹീഹായ ഹദീസാണോ, ഖുർആനാണോ, വഹിയാണോ, എങ്കിൽ അതാണ് ശരി, എനിക്ക് ഒരു പക്ഷേ ചിന്തിക്കുന്ന ഒരു പരിമിതി ഉണ്ടാകാം എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് സമർപ്പണത്തിൻ്റെ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ സമർപ്പിച്ചവനാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞല്ലോ, അല്ലേ? വഇദ് ഖാല റബ്ബുഹു ഇബ്രാഹിമ അസ്ലിം, അല്ലേ? അസ്ലിം എന്ന് പറഞ്ഞപ്പോൾ, നീ സമർപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ റബ്ബുൽ ആലമീനായ പടച്ചവന് ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ആ പാതയിലായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഏതൊരു വിഷയത്തിലും ദീനൊരു കാര്യം പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു, എനിക്കിഷ്ടമില്ലെങ്കിലും അല്ലെങ്കിൽ എൻ്റെ യുക്തിക്കത് പൂർണ്ണമായി മനസ്സിലായിട്ടില്ലെങ്കിൽ കൂടി പടച്ചവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ശരി എന്ന ബോധ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ രൂപത്തിൽ നമ്മുടെ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാഴ്ചപ്പാടുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ മതമൂല്യങ്ങളോട് അകലുന്ന എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതിനെ തിരുത്താൻ കൂടി ഈ പരിശുദ്ധ റമദാനിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റമദാനാകുമ്പോൾ നമ്മൾ നമ്മുടേതായ രൂപത്തിൽ തുടങ്ങിയിട്ടുള്ള ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, അത് വേണ്ട, റമദാനിൽ അത് വേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ ഒഴിവാക്കിയ, നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ ഒഴിവാക്കിയ കുറേ കാര്യങ്ങളുണ്ടാകും. ആ ഓഫാക്കിയ TV മാസം കണ്ടാലും അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ റമദാൻ എന്ന് പറയുന്നത് അതിനുള്ള പരിശീലനമാക്കി ദീനു പറഞ്ഞാൽ, പടച്ചോൻ പറഞ്ഞാൽ അതിന് അനുസരിക്കുക എന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള കാഴ്ചപ്പാട് എന്ന് സെറ്റ് ചെയ്യാനുള്ള ഒരു പരിശീലന കളരിയാക്കി നമുക്ക് ഈ റമദാനിനെ മാറ്റാൻ സാധിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും എല്ലാം ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും ഇത്തരം പ്രയാസങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.